ഹായ്. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ ഇന്ത്യൻ സിനിമയുടെ മുഖമുദ്രയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് മലയാള സിനിമ എന്ന് പറഞ്ഞത്. അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് DS ഇറ എന്ന് പറഞ്ഞ ഹൊറർ മൂവി വന്നിരിക്കുന്നത്. ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല, ഞാനത് കാണും ഉടനെ തന്നെ. പക്ഷേ അതിന് വരുന്ന റിപ്പോർട്ടുകളുടെ ബേസിലാണ് ഞാനീ പറയുന്നത്. കാര്യം അത് 100% ഉറപ്പാണ്. ഞാൻ ഒത്തിരി റിവ്യൂസ് കണ്ടു. അത് മലയാളത്തിനേക്കാളും കൂടുതൽ റിവ്യൂസ് കണ്ടിരിക്കുന്നത് ഔട്ട് ഓഫ് കേരളത്തിന് പുറത്തുള്ള പല സ്റ്റേറ്റുകളിലെ റിവ്യൂവേഴ്സിൻ്റെയാണ്. അതെല്ലാവരും അവർ പറഞ്ഞിരിക്കുന്നത് ഒരു ഹോളിവുഡ് മൂവിയുടെ ടോപ്പിലാണ് അത് പിടിച്ചിരിക്കുന്നത്. പിന്നെ അഭിനയത്തിൽ പ്രണവ് മോഹൻലാൽ, ഞാൻ അതിനെപ്പറ്റിയാണ് ഇതിനകത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത്. പ്രണവ് മോഹൻലാലിനെ കുറേ വർഷം മുന്നേ തന്നെ പുള്ളി ആക്റ്റീവായിട്ടൊക്കെ ചെറിയ പ്രായത്തിലൊക്കെ സിനിമയിലൊക്കെ മോഹം കാണിച്ചിട്ടുണ്ട്. അന്ന് എല്ലാവരും പറഞ്ഞു പുള്ളി ഒരു സൂപ്പർ സ്റ്റാറായിട്ട് പെട്ടെന്ന് മാറും, സിനിമയിലേക്ക് സജീവമാവും, 18 വയസ്സാകട്ടെ എന്നുള്ള ആ ഒരു പ്രായമൊക്കെ ആയതിനു ശേഷം 1-2 വട്ടം സിനിമയിലൊക്കെ മുഖം കാണിച്ചപ്പോൾ തന്നെ ആൾക്ക് അത്ര അഭിനയത്തിൽ അത്ര ഒരു കംഫർട്ടായിട്ട് പുള്ളിക്ക് തോന്നിയിട്ടില്ല എന്ന് തോന്നുന്നു. കാര്യം പുള്ളിയുടെ പടങ്ങളൊക്കെ ഹിറ്റായിരിക്കുന്നത് അതിൻ്റെ സ്റ്റോറീൻ്റെ സ്ട്രെങ്ത് കൊണ്ടും അതിൻ്റെ കുറേ കാര്യങ്ങൾ പൊലിപ്പിച്ചെടുത്ത കൂടി കൊണ്ടാണ്. പുള്ളിയുടെ അഭിനയത്തിനേക്കാളും അതും കൂടി ചേർന്നുകൊണ്ടാണ് പുള്ളിയുടെ അഭിനയം അല്ലെങ്കിൽ പുള്ളിയുടെ സിനിമ ഹിറ്റായിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം എന്ന് എനിക്ക് തോന്നി പുള്ളി ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ലൈഫ് എക്സ്പീരിയൻസ് ഉണ്ടാക്കുന്ന ഓട്ടത്തിലാണോ, അല്ലെങ്കിൽ പുള്ളിയുടെ അഭിനയം പുള്ളിയുടെ ഇമ്പ്രൂവ് ആകത്തേ ഉള്ളൂ. അതിന് ഞാൻ വിശ്വസിക്കുന്ന കാര്യം പുള്ളിക്ക് ലൈഫ് എക്സ്പീരിയൻസ് ഇന്ന് മലയാളത്തിൽ ഏതൊരാളെക്കാളും വലിയ ലൈഫ് എക്സ്പീരിയൻസ് പുള്ളി നേടിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളിയുടെ യാത്രകളെന്ന് പറയുന്നത് ഒരു ടൂറിസം പ്ലേസിലേക്കുള്ള യാത്രകളൊന്നും അല്ല, വെറുതെ പോയി എൻജോയ് ചെയ്ത് പോകുന്ന യാത്രകളൊന്നും അല്ല. അത് ഒരാളും ചെയ്യാത്ത രീതിയിലുള്ള വലിയ നമ്മളൊരിക്കലും വിചാരിക്കാത്ത രീതിയിലുള്ള വലിയ യാത്രകളാണ്. അത് പുള്ളിയുടെ പാഷനാണ്. അതുകൊണ്ടാണ് ആ പുള്ളിക്കത് മടുക്കാത്തത്. വേറെ ആൾക്കാരാണ് മടുത്തു. കാര്യം അലഞ്ഞ് തിരിഞ്ഞ് ചെറിയ പൈസയും കയ്യിൽ വെച്ച് കിലോമീറ്ററുകളോട് നടന്ന് ചെറിയ സ്ഥലങ്ങളിൽ ഉറങ്ങി ചെറിയ രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിച്ച് അത് നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. അത് ഒരു പാഷൻ അല്ലെങ്കിൽ ആ സാധനം വളരെ ബോറാണ്. അപ്പോൾ പല ജെൻസി പിള്ളേരും പല ആൾക്കാരും ഫോളോ ചെയ്യുന്ന ഒരാളും കൂടിയാണ് പ്രണവ് മോഹൻലാൽ. അത് മോഹൻലാലിൻ്റെ മകനായതുകൊണ്ട് മാത്രമല്ല, പുള്ളിയുടെ ഈ ലൈഫ് സ്റ്റൈൽ കൂടി കൊണ്ടാണ്, പുള്ളിക്ക് തലക്കരം ഇല്ലാത്തത് കൂടി കൊണ്ടാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് പുള്ളി ഒരു ആക്ടറും കൂടി ആയതുകൊണ്ട് തന്നെ അവർക്ക് ഒരു സിനിമ ഇറക്കാനുള്ള എല്ലാ കപ്പാസിറ്റിയും പുള്ളിക്ക് ഫാമിലിപരമായിട്ടുള്ളത് കൂടി കൊണ്ട് തന്നെ പുള്ളിക്ക് ലൈഫിൽ കുറച്ച് എക്സ്പീരിയൻസും കൂടി വന്നു കഴിഞ്ഞാൽ നല്ലൊരു ആക്ടറെ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. അത് പുള്ളിയുടെ ഒരു കരിയർ നമ്മളിങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ പുള്ളിയുടെ അഭിനയത്തിൽ കുറേ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ പുള്ളിയുടെ യാത്രകൾ, ഈ എക്സ്പീരിയൻസ് എന്നാണ് പറയേണ്ടത്. പുള്ളിയുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഈ യാത്രകൾ തന്നെയാണ്. അപ്പോൾ അത് പുള്ളിനെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രസ്സാണ് ഈ DS ഇറ എന്ന് പറഞ്ഞ ഹൊറർ മൂവിയിൽ കണ്ടതായിട്ട് പറയണത്. അപ്പോൾ ഇനിയും പുള്ളിയുടെ കാര്യങ്ങൾ മാറും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പുള്ളിനെ വെച്ച് വേണമെങ്കിൽ മലയാള സിനിമയിലൊരു സൂപ്പർ ഹീറോ സിനിമ ഉണ്ടാക്കാം. ഇങ്ങനെ പറന്ന് സ്പൈഡർമാൻ മോഡൽ. പുള്ളി അതിനുള്ളൊരു മെറ്റീരിയലാണ്. പുള്ളി അതിനോടൊക്കെ ഒരു എങ്ങനെ പോയാലും ഒരു 80% പുള്ളി റിയലായിട്ട് തന്നെ അതൊക്കെ ഒപ്പിച്ചെടുക്കും, ഈ അഡ്വഞ്ചറസ് ആയിട്ടുള്ള പരിപാടികൾ. ബാക്കി ഒരു 20% എന്തെങ്കിലും കുറേ ടെക്നോളജി വെച്ച് കാണിച്ചെടുത്താൽ മതി. പക്ഷേ സൂപ്പർ ഹീറോസിൻ്റെ സിനിമകൾക്ക് വളരെ പ്രാധാന്യമുള്ളൊരു സമയം ഈ കാലഘട്ടത്തിൽ പുള്ളിയുടേതായിട്ടുള്ള അങ്ങനെ ഒരു പടങ്ങൾ ഇറക്കാം. പുള്ളിയുടെ മാർഷൽ ആർട്സിൻ്റെ തന്നെ, പുള്ളിയുടെ കരാട്ട കുംഫു ആ ടൈപ്പ് ക്യാരക്ടർ തന്നെ പുള്ളിനെ വെച്ച്